Hi students, now we will discuss cultural pluralism in India. When many cultures, what is cultural pluralism? If there is number of cultures coexist in a given geographical area without one dominating the other, it is known as cultural pluralism. അതിൽ ഒരുപാട് കൾച്ചേഴ്സ് ഒരേ സമയം ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ഡോമിനേറ്റിംഗ് ദ അതർ. ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറിനെ ഡോമിനേറ്റ് ചെയ്യുക, ആധിപത്യം സ്ഥാപിക്കാതെ, മറ്റൊരു കൾച്ചറിൽ ആധിപത്യം സ്ഥാപിക്കാതെ ഒരേ സമയത്ത് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒന്നിലധികം കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? കൾച്ചറൽ പ്ലൂറലിസം ഉണ്ട് എന്ന് പറയാം. അവിടെ കൾച്ചറൽ പ്ലൂറലിസം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ചുള്ള എന്താ പ്രത്യേകത? ദർ ഈസ് എ കോമൺ നാഷണൽ കൾച്ചർ അല്ലേ? അവിടെ നമ്മുടെ ഇന്ത്യയിൽ ഒരു കോമൺ നാഷണൽ കൾച്ചർ ഉണ്ട്. But at the same time, various communities have the freedom to maintain and develop their own culture and religious traditions, as long as they are not detrimental to the unity and the general welfare of the nation. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു കോമൺ കൾച്ചർ ഉണ്ട്, നാഷണൽ കൾച്ചർ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ദേ ഹാവ് ദർ ഫ്രീഡം ടു മെയിൻറ്റെയിൻ ആൻഡ് ഡെവലപ്പ് ദെയർ ഓൺ കൾച്ചറൽ ആൻഡ് റിലീജിയസ് ട്രഡീഷൻസ്. സോ അവർക്ക് അവരുടെ റിലീജിയസ് ആൻഡ് ട്രഡീഷൻസൊക്കെ ഫോളോ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, ഡെവലപ്പ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഏതുവരെ ഫ്രീഡം ലഭിക്കും? സോ ദ ലോങ് ആസ് ദേ ആർ നോട്ട് ഡെട്രിമെൻ്റൽ ടു ദ യൂണിറ്റി ആൻഡ് ജനറൽ വെൽഫെയർ ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ വെൽഫെയറിനോ നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റി, ഐക്യം തകർക്കുക അല്ലേ, അതിന് നശിപ്പിക്കുകയോ ചെയ്യാത്തടത്തോളം കാലം, ഒരു കുഴപ്പം സൃഷ്ടിക്കാത്തടത്തോളം കാലം എന്ത് സാധിക്കും? ഏതൊരു റിലീജിയനും എന്തുണ്ട്? നമുക്ക് ഇന്ത്യയിൽ ഫ്രീഡമുണ്ട്. ദിസ് ഈസ് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. Nehru described as unity in diversity within India. So നമുക്ക് ഈ ഒരു ദിസ് ഇസ് കൾച്ചറൽ പ്ലൂറലിസം ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അതായത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പ്രകാരം ഇതിനെ നമുക്ക് എന്ത് പറയാം? കൾച്ചറൽ പ്ലൂറലിസം എന്ന് പറയാം. Nehru described the unity in diversity within India when he said, "It is fascinating to find out how the Bengalis and Marathas and Gujaratis, Tamils, Andhras and the Orients and the Assamese, Canaries, the Malayalis, Singhs, Punjabs, Pathans, Kashmiris, Rajput and the great central block of Hindustani speaking people have retained their peculiar characteristics for 100 years." ഇനി നമ്മുടെ നെഹ്റു പറയുന്നത് എന്താണ്? ഇത് വളരെ അത്ഭുതമാണ്. എങ്ങനെയാണ് ഈ പല ആൾക്കാർ, അതായത് ബംഗാളി, മദ്രാസി, അങ്ങനെ ഓരോ സ്റ്റേറ്റിലെ ആൾക്കാരും, ഇത്രയും ആൾക്കാർ അവരുടെ പെക്യുലിയർ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ആ പെക്യുലിയർ ആയിട്ടുള്ള സ്വഭാവം, മലയാളിയാണെങ്കിൽ മലയാളികളുടെ സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെക്യുലാരിറ്റി, അവരുടെ കൾച്ചർ 100 വർഷത്തോളം കാലം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതൊരു അത്ഭുതമാണ്. ഹാവ് റിമെയിൻ ഡിസ്റ്റിങ്ക്റ്റീവ്ലി ഇന്ത്യൻ. പക്ഷെ അവരെന്താണ്? ഇന്ത്യൻസ് ആണ് എങ്കിൽ കൂടി അവരുടെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചർ ഈസ് ഗ്രാൻഡ് ആൻഡ് യുണീക്ക് ആൻഡ് ഹാസ് ഫോസ്റ്റേഡ് അതർ കൾച്ചർ. ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാൻഡ്, അതേപോലെ യുണീക്ക് അല്ലേ, വളരെയധികം വ്യത്യസ്തമായിട്ടൊരു കൾച്ചറാണ്. ആൻഡ് ഇത് മറ്റുള്ള കൾച്ചറുകളെ ഫോസ്റ്റർ ചെയ്യുന്നൊരു കൾച്ചറാണ്. പിന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് സ്പോക്ക് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നാമിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് എബവ് ആൾ ഇറ്റ്സ് സിന്തസിസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ജനറോസിറ്റിയാണ്. മാഗ്നാമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറോസിറ്റിയാണ്. അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇന്ത്യൻ കൾച്ചർ. അതേപോലെ തന്നെ എബവ് ഓൾ സിന്തസിസ് എന്ന് പറയാം, ഒരു
ഒരു സങ്കല്പമാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, പ്രത്യേകതയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണെന്നാണ് ഗാന്ധിജി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സംഭവം എന്ന് പറയുന്നത്. ലൈക്ക് ജനറോസിറ്റി, മാഗ്നാനിമിറ്റി എന്ന് പറഞ്ഞാൽ ജനറോസിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, സിന്തസിസ് പറഞ്ഞ സങ്കല്പമുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ. The history of the country's culture goes back to the ancient past, or we can certainly line up with at least with the Dravidian era. പിന്നെ ദ്രാവിഡൻ കൾച്ചറാണ് ആദ്യത്തെ കൾച്ചർ എന്ന് പറയുന്നത്, ആൻഷ്യൻ കൾച്ചർ. സോ അവിടുന്ന് മുതൽ നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ലാറ്റർ ഓൺ മെനി അതർ കൾച്ചർ കെയിം ടു ഇന്ത്യ. ഇന്ത്യയിൽ വേറെ ഒരുപാട് കൾച്ചർ വന്നു, ഇന്ത്യൻ കൾച്ചറുമായി കോണ്ടാക്റ്റിൽ വന്നു, പക്ഷേ ഈസിലി മേർജ്ഡ് ദംസെൽവ്സ് ഇൻ ടു അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. പക്ഷേ ഈ കൾച്ചറെല്ലാം നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് മെർജ് ചെയ്തു. ഇൻ ദ സെയിം കോണ്ടെക്സ്റ്റ് ഗാന്ധിജി റിഗാർഡഡ് the homogeneity of Indian, homogeneity എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി ഓഫ് ദ ഇന്ത്യൻ എൻവിയോൺമെൻറ്റ് ആസ് ദ ബേസിസ് ഓഫ് ദ സിന്തസിസ്. ഈ ഒരു സങ്കല്പത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഗാന്ധിജി പറയുന്നത്? ഗാന്ധിജി പറയുന്നത് നമ്മുടെ യൂണിഫോമിറ്റിയാണ്. ഇന്ത്യൻ എൻവിയോൺമെൻറ്റിൻ്റെ യൂണിഫോമിറ്റി കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ കൾച്ചറെല്ലാം ഇന്ത്യൻ കൾച്ചറുമായി മെർജ് ചെയ്തത്. സോ ഇന്ത്യ ഈസ് ദ മോസ്റ്റ് റിലീജിയസ്ലി ഡൈവേഴ്സ് നേഷൻ ഇൻ ദ വേൾഡ്. റിലീജിയസ്ലി ഒരുപാട് കൾച്ചർ വരുന്നൊരു രാജ്യമാണ് ഇന്ത്യ, വിത്ത് സം ഓഫ് ദ മോസ്റ്റ് ഡീപ്ലി റിലീജിയസ് സൊസൈറ്റീസ് ആൻഡ് കൾച്ചർ. ഒരുപാട് റിലീജിയസ് സൊസൈറ്റിയും കൾച്ചറും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. റിലീജിയൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് ലൈഫ് ഓഫ് മെനി പീപ്പിൾ. But in the religion, 80% of the people is Hindus, and 13% of Indians Islams ആണ്. 80% Hindus ആണ്, 13% Islams, and it's birthplace of Hinduism, Sikhism, Buddhism, Jainism, and are they accepted within the rich cultural ടാപ്സി. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുയിസം, സിഖിസം, ബുദ്ധിസം, ജൈനിസം ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തത് ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ അതർ റിലീജിയനായാലും ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, സൊറാഷ്ട്രിസം, ജൂതിസം ഒക്കെ ഇന്ത്യയിൽ അതിൻ്റേതായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഒരുപാട് മതങ്ങൾ ഇന്ത്യയിലുണ്ട്. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ ആയിട്ടുള്ള മതേതരത്വ രാജ്യം എന്ന് പറയുന്നത്, സെക്യുലർ കൺട്രിയാണ് അല്ലേ ഇന്ത്യ എന്ന് പറയുന്നത്. സോ സെക്യുലർ നേഷനാണ്. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ സ്റ്റേറ്റ് ലാംഗ്വേജ്. നമുക്കൊരു സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. ഒരു രാജ്യത്തിൻ്റെതായൊരു മതം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതായത് ഇന്ത്യ ഹാസ് നോ ഒഫീഷ്യൽ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റേറ്റ് റിലീജിയൻ. ബട്ട് മോസ്റ്റ് ഓഫ് ദ അതർ സ്റ്റേറ്റ്സ്, നൈബർഹുഡ് സ്റ്റേറ്റ്സിലൊക്കെ നമ്മുടെ അയൽക്കാരായിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ എന്തുണ്ട്? ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റി ഉണ്ട്. അവർക്കൊരു സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ട്. പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീലങ്ക എന്ന് പറയുന്നത് ബുദ്ധിസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നേപ്പാൾ എന്ന് പറയുന്നത് ഹിന്ദു സ്റ്റേറ്റ്സ് ആണ്. സോ ഇന്ത്യ ഹവർ ഹാസ് നോ എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻ, ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് ദ കമ്മിറ്റ്മെൻറ്റ് ടു ട്രീറ്റ് ഓൾ കമ്മ്യൂണിറ്റീസ് ആസ് ഈക്വൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഇല്ല, സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. അതൊന്നും നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ഇന്ത്യ എല്ലാ സൊസൈറ്റീനെയും ഈക്വലായിട്ട് കാണുന്ന രാജ്യമാണ്. സോ അതുകൂടാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് പ്രൊവിഷൻസ് പറയുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ് റിലീജിയസ് ലിബർട്ടി, നമുക്ക് മതപരമായിട്ടൊരു സ്വാതന്ത്ര്യം ലഭിക്കാൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അല്ലെ ഇഷ്ടമുള്ള ദൈവങ്ങളെ ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്? ഭരണഘടന നമ്മൾക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ while most societies grant individuals the right to religious belief, എല്ലാ സൊസൈറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരുത്തർക്ക് അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി റിലീജിയസ് ആയിട്ട് വിശ്വസിക്കാൻ. ഇൻ ഇന്ത്യ കമ്മ്യൂണിറ്റീസ് എൻജോയ് ദ റൈറ്റ് ടു കണ്ടിന്യൂ വിത്ത് ദെയർ ഡിസ്റ്റിങ്ക്റ്റ് റിലീജിയസ്. അതേപോലെ തന്നെ വ്യത്യസ്തമായ മതങ്ങൾ സ്വീകരിക്കാനുള്ള നമുക്ക് ലഭിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം. അവരുടേതായ ഓരോ റിലീജിയനും അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. The most significant part of this is that all the matters of family individuals are governed by the community personal laws. അപ്പോൾ നമുക്ക് പൊതുവേ ഇതിൽ കാരണം പേഴ്സണൽ ലോസ് ഉണ്ട്. കമ്മ്യൂണിറ്റി പേഴ്സണൽ ലോസ് ആണ് ഒരുവിധം
സാമൂഹിക നിയമങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആൾസോ ഹാവ് ദ റൈറ്റ് ടു സെറ്റ് അപ്പ് ദെയർ ഓൺ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ റിലീജിയസ് കമ്മ്യൂണിറ്റീസിന് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അവരുടേതായ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ദേ ക്യാൻ എസ്റ്റാബ്ലിഷ് ദെയർ ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവർക്ക് സ്വന്തമായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താനും ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, റിലീജിയസ് സൊസൈറ്റീസിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. ആൻഡ് എബവ് ആൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ റിസീവ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ദ സ്റ്റേറ്റ്. അതുപോലെ നമുക്ക് രാജ്യത്ത് നിന്ന് എന്ത് ലഭിക്കാം? ഈ പറയുന്ന റിലീജിയസ് സൊസൈറ്റീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കാനുള്ള അവകാശങ്ങളും കൊടുത്തിട്ടുണ്ട്. Thus, public recognition has been granted to different religious communities and a space made for them to continue their way of life. So, അധികാരം, പബ്ലിക് റെക്കഗ്നിഷൻ, അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയസ് കമ്മ്യൂണിറ്റീസിനെല്ലാം എന്ത് ലഭിച്ചിട്ടുണ്ട്? അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ ലൈഫ്, കമ്മ്യൂണിറ്റീസ്, എല്ലാ സമൂഹങ്ങൾക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സോ അവർക്കെല്ലാം അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ വേ ഓഫ് ലൈഫ്, അവരുടെ ജീവിത രീതികൾ ഫോളോ ചെയ്യാൻ സാധിക്കും. ദർ ആർ 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് ഈച്ച് ഹാസ് ഇറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് സ്ക്രിപ്റ്റ്. ഇന്ത്യയിൽ 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിപികളുണ്ട്. ദ ഇന്ത്യൻ 1 rupee കറൻസി ഷോസ് 17 ലാംഗ്വേജസ് ആൻഡ് 17 സ്ക്രിപ്റ്റ്സ്. അപ്പോൾ ഇന്ത്യൻ 1 rupee കറൻസിയിൽ 17 ഭാഷകളും 17 ലിപികളും ഉണ്ട്. Besides, there are 63 non-Indian languages spoken in the country. ഇന്ത്യയിൽ 63 ഇന്ത്യയിലല്ലാത്ത ഭാഷകൾ തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ 1652 ലാംഗ്വേജസും ഡയലക്ട്സും ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് ഭാഷകൾ ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ട്. Among the great Indian thinkers who molded independent India are Jawaharlal Nehru, Rabindranath Tagore ആൻഡ് മഹാത്മാഗാന്ധി. നെഹ്റു, ഗാന്ധി, ടാഗോറൊക്കെ ഇന്ത്യനെ കുറിച്ച് വളരെയധികം സ്വാതന്ത്ര്യ ഇന്ത്യനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ഒരുപാട് റോൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഗ്രേറ്റ് ഇന്ത്യൻ തിങ്കേഴ്സായിട്ട് നമുക്ക് ഇവരെ അറിയപ്പെടാം. സോ നെഹ്റുവിനെ പോലെ തന്നെ ടാഗോറും ഏതിനെ സ്ട്രെസ് ചെയ്തിട്ടുണ്ട്? ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ള ടോപ്പിക്കിന് അവർ ഈ ഒരു പോയിന്റ് എപ്പോഴും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കാര്യമാണ് ഇന്ത്യനെ കുറിച്ച്. ഇറ്റ് ഈസ് ബൈ സെലിബ്രേറ്റിംഗ് ദ ഡൈവേഴ്സിറ്റി ഓഫ് കൾച്ചർ ദാറ്റ് ട്രൂ യൂണിറ്റി കുഡ് ബി അച്ചീവ്ഡ്. സോ ഈ ഒരു ഡൈവേഴ്സിറ്റി എന്നാണ് നമ്മൾ എന്ത് അച്ചീവ് ചെയ്തിരുന്നത്? നമ്മൾ യൂണിറ്റി അച്ചീവ് ചെയ്യുന്നത്. ഹി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻ ഓഫ് ഇന്ത്യൻ പ്ലൂറലിസം. He believed that liberal pluralism, which encourages both the autonomy of individuals and also acknowledged that the autonomy was only possible in the context of multiple natural cultural traditions. ടാഗോറിൻ്റെ കൺസെപ്റ്റ് ഓട്ടോണമി എന്ന് പറയുന്ന സംഭവമില്ല. അതായത് ഇവിടെ ഒരു പ്ലൂറലിസം വന്നതുകൊണ്ട് ഒരാൾക്ക് മാത്രം ഓട്ടോണമസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അധികാരം, അത് അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാവർക്കും അവിടെ കൾച്ചറൽ ട്രഡീഷൻ ഫോളോ ചെയ്യാനുള്ള റൈറ്റ് ഇന്ത്യയിലുണ്ട്. എല്ലാവർക്കും അവരുടെ ട്രഡീഷൻ ഫോളോ ചെയ്യാനുള്ള അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എൻ്റർ ചെയ്യാതെ അവർക്ക് അവരുടേതായ ലൈഫ് ഫോളോ ചെയ്യാനുള്ള അധികാരം, ഓട്ടോണമി ലഭിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ആപ്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ പ്ലൂരാലിറ്റി ഓഫ്, ഇതിലൊന്നും ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ മാത്രമാണ്. മഹാത്മാഗാന്ധിനോട് ചോദിച്ചു ഹിന്ദു ആണോ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യെസ് ഐ ആം, ഞാൻ ഹിന്ദു ആണ്, ഞാൻ ക്രിസ്ത്യനാണ്, മുസ്ലിമാണ്, ബുദ്ധിസ്റ്റാണ്, ജൂതനാണ് എന്നൊക്കെ അദ്ദേഹം എല്ലാമാണ് ഞാനെന്ന്, ഇതെല്ലാം ഞാൻ തന്നെയാണ്, എനിക്ക് അങ്ങനെ ഒരു മതമില്ല എന്ന രീതിയിൽ ഗാന്ധിജി പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ത്യനാണ് എന്നുള്ള രീതിയിൽ. പിന്നെ റിപ്പബ്ലിക് ഡേ പരേഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു സിമ്പിൾ ഓഫ് കൾച്ചറൽ പ്ലൂറലിസമാണ്. നമുക്ക് റിപ്പബ്ലിക് ഡേ പരേഡിൽ അറിയാം ഒരുപാട് എല്ലാ കൾച്ചറും നമ്മൾ അവിടെ ഡെപിക്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ സ്റ്റേറ്റിൻ്റെയും.
നമ്മളവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ റിപ്പബ്ലിക് പരേഡ് 26th ജനുവരിയിൽ എന്ന് പറയുന്നത് ഒരു മാർവലസ് ഡിസ്പ്ലേ ആണ് ഓഫ് കൾച്ചറൽ പ്ലൂറലിസം ഓഫ് അവർ കൺട്രി അല്ലേ. നമ്മുടെ കൺട്രിയിലെ കൾച്ചറൽ പ്ലൂറലിസത്തിൻ്റെ ഒരു മാർവലസ് ഡിസ്പ്ലേ ആണ് 26th ജനുവരി 1950 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. സോ അവിടെ ഒരു ഗ്രാൻഡ് പരേഡാണ് നമ്മുടെ ക്യാപിറ്റലിൽ ഉണ്ടാവുന്നത്. അതേപോലെ അവിടെ രാഷ്ട്രപതി ഭവനിൽ, അതേപോലെ തന്നെ രാജ്പത്ത്, നമ്മുടെ ഇന്ത്യ ഗേറ്റിലും ഒക്കെ ഒരുപാട്, റെഡ് ഫോർട്ടിലൊക്കെ വളരെയധികം അവിടെ അതിലൂടെ അവിടെയൊക്കെ ഈ പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന റിപ്പബ്ലിക് പരേഡ് നടത്തുന്നത്. അപ്പോൾ റിപ്പബ്ലിക് പരേഡ് തന്നെ നമുക്കൊരു എക്സാമ്പിളാണ് കൾച്ചറൽ പ്ലൂറലിസത്തിൻ്റെ. പിന്നെ അവിടെ എന്താ ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അമർജ്യോതി ജവാനിൽ റീത്ത് സമർപ്പിച്ച് അല്ലേ അനുസ്മരിക്കുന്നുണ്ട്. സോൾജേഴ്സിനെ കമെമ്മറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അനുസ്മരിക്കുക, മരിച്ചുപോയവരെ അനുസ്മരിക്കുന്ന. സോ റിമെമ്പർ ചെയ്യുക. സോ ഓൾ ദ സോൾജേഴ്സ് ഹു സാക്രിഫൈസ് ദർ ലൈവ്സ് ഓഫ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള ആൾക്കാരെ സ്മരിക്കുന്നുണ്ട്. ദർ ഇസ് എ മാഗ്നിഫിക്കൻ്റ് മിലിറ്ററി പരേഡ് അല്ലേ, വലിയൊരു മിലിറ്ററി പരേഡ് ഉണ്ടാവും. അതേപോലെ ദിസ് ഈസ് ഫോളോഡ് ബൈ കളർഫുൾ കൾച്ചറൽ പരേഡ്. അതുകൂടാതെ കൾച്ചറൽ പരേഡ് ഉണ്ടായിരിക്കും. ഇന്ത്യ എന്ന് പറയുന്നത് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ആണ് അല്ലേ. ഒരുപാട് ടാബ്ലോസും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ ടാബ്ലോസ് ഉണ്ടായിരിക്കും. അവരുടെ യുണീക്ക് ഫെസ്റ്റിവൽ, ഹിസ്റ്റോറിക്കൽ ലൊക്കേഷൻ, ആർട്ട്, സ്കൂൾ ചിൽഡ്രൻ, പല സ്റ്റേറ്റിലെ സ്കൂൾ ചിൽഡ്രൻസിൻ്റെ അവിടെ പരേഡുകൾ ഉണ്ടായിരിക്കും. ഫോക്ക് ഡാൻസ് ഉണ്ടായിരിക്കും, ഡ്രിൽസ് ഉണ്ടായിരിക്കും, സിംഗിങ് ടു ദ ട്യൂൺ ഓഫ് പാട്രിയോട്ടിക് സോങ്സ് ഉണ്ടായിരിക്കും. അതേപോലെ സെലിബ്രേഷൻസ് ആർ ആൾസോ ഹെൽഡ് ഇൻ ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ, ഡിസ്ട്രിക്ട്, സബ് ഡിവിഷൻ, താലൂക്ക്, പഞ്ചായത്ത്. സോ നമ്മൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. സോ ഇതൊക്കെ അവിടെ ഒരുപാട് നമ്മുടെ എല്ലാ കൾച്ചറും, നമ്മുടെ ഇന്ത്യയിലത്തെ എല്ലാ കൾച്ചറും അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്റ്റേറ്റുകളും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതിന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ, കൾച്ചറൽ പ്ലൂറലിസം ഉണ്ട് എന്നൊക്കെ നമുക്കിതിന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് പോയിന്റ് കൾച്ചറൽ പ്ലൂറലിസം ആൻഡ് ഇന്ത്യൻ സൊസൈറ്റിയാണ്. ഇന്ത്യൻ സൊസൈറ്റി കൾച്ചറൽ പ്ലൂറലിസം. അപ്പം നമ്മുടെ ഭരണഘടനയിൽ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, കൾച്ചറൽ പ്ലൂറലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കൾച്ചറൽ പ്ലൂറലിസം ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ സെക്യുലർ ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്ക്. സെക്യുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മതനിരപേക്ഷമായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്കാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി സെഡ് ടു ബി മൾട്ടി കൾച്ചറൽ ഡോക്യുമെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് തന്നെ മൾട്ടി കൾച്ചറൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. So there is a political institutional policy constituting, recognizes and accommodating the diversity of India. അപ്പോൾ ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പോളിസി, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പൊളിറ്റിക്കൽ പോളിസിയിലൂടെ റെക്കഗ്നൈസ് ആൻഡ് അക്കോമഡേറ്റ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടന തന്നെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി അംഗീകരിക്കുന്നുണ്ട്, എല്ലാ മതങ്ങൾക്കും അംഗീകാരം നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 350 പറയുന്നുണ്ട് നമ്മൾ ആഡിക്വേറ്റ് ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ എല്ലാ സ്റ്റേറ്റിനും എന്ത് നൽകണം, ആഡിക്വേറ്റ് ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും കൊടുക്കണം. പ്രൈമറി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ബിലോങ്ങിങ് ഇൻ മദർ ടങ് ആൻഡ് ദ പ്രൈമറി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഗ്രൂപ്പ്സ്. അതേപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഭാഷയിൽ മൈനോറിറ്റി ആയിട്ടുള്ള ജനങ്ങൾക്കൊക്കെ അവർക്കുള്ള എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ചിൽഡ്രൻസിന്. എംപവേഴ്സ് ദ പ്രസിഡൻറ്റ് ടു ഇഷ്യൂ പ്രോപ്പർ ഡയറക്ഷൻ ടു എനി സ്റ്റേറ്റ്. അതേപോലെ തന്നെ പ്രസിഡൻറ്റിന് ഏത് സ്റ്റേറ്റിനും എന്ത് ചെയ്യാം, ഡയറക്ഷൻ നൽകാം. കുട്ടികളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് നൽകാനും ഒക്കെ എല്ലാവർക്കും. സോ അപ്പോൾ നമ്മൾ പ്രൈമറി സ്റ്റേജിൽ കുട്ടികൾക്ക് മദർ ടങ്, അവരുടെ മാതൃഭാഷയിൽ തന്നെ അവർക്ക് ഇൻസ്ട്രക്ഷൻസും എല്ലാം നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പഠിക്കാൻ എഡ്യൂക്കേഷനൊക്കെ മാതൃഭാഷയിൽ തന്നെ അവർക്ക് നൽകണം. അവരുടെ മൈനോറിറ്റി ഗ്രൂപ്പിന് അവരുടെ ലാംഗ്വേജിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം നൽകുക.
അതേപോലെ തന്നെ ആർട്ടിക്കിൾ 29 പറയുന്നുണ്ട്, സോ എനി ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദ ബേസ് ഓഫ് റിലീജിയസ് ഓർ റേസ് ഓർ കാസ്റ്റ്. അതായത് ഒരു സിറ്റിസനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അവർക്ക് ഇതേപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും യാതൊരുവിധ തടസ്സവും അവർക്ക് സൃഷ്ടിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 29 and 30 stipulates that minorities can establish and administer education institutions at their own choice. അതായത് ആർട്ടിക്കിൾ 29 പറയുന്നുണ്ട് മൈനോറിറ്റീസിന് എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് അവരുടേതായ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാനും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും സാധിക്കും, അവരുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ഭാഷാപരമായിട്ടുള്ള വൈവിധ്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. കാരണം എന്താണ്, ഭരണഘടനയിൽ 22 ഒഫീഷ്യൽ ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെയാണ്. അസോസിയേറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് അസോസിയേറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. പിന്നെ ഇന്ത്യയിൽ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നതൊരു നമുക്ക് ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ special kind of relationship adopted by the state towards different cultural communities that fall within the sovereignty. അപ്പോൾ ഇന്ത്യയുടെ ഐക്യത്തിലും അഖണ്ഡതയ്ക്കും അഖണ്ഡത ഉറപ്പ് വരുത്തുന്നുണ്ട്. കാരണം മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത് ഒരുപാട് കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യം. In the Indian model, multiple religions are part of foundation and not an afterthought. ഇപ്പോൾ ഫൗണ്ടേഷനാണ് ഇന്ത്യൻ റിലീജിയൻ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഫൗണ്ടേഷനായിട്ട് നമുക്ക് പറയാം. ഈവൻ ഇഫ് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ റിലീജിയൻ, ദർ ഈസ് ഒഫീഷ്യൽ ആൻഡ് പബ്ലിക് റെക്കഗ്നിഷൻ ഗ്രാൻറ്റഡ് ടു റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. It is respects liberty, equality, encourages peace and tolerance. So നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, ലിബർട്ടി, എല്ലാ മതങ്ങൾക്കും റിലീജിയസ് കമ്മ്യൂണിറ്റീസിനും റെസ്പെക്റ്റും സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ ഇക്വാളിറ്റി, അതേപോലെ എൻകറേജസ് പീസ് ആൻഡ് ടോളറൻസ്, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ റിലീജിയനും. എല്ലാ റിലീജിയനും പൊതു ജനങ്ങളുടെ അംഗീകാരം നമ്മുടെ രാജ്യത്തുണ്ട് എല്ലാ മതങ്ങൾക്കും. അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടന ആൾസോ ട്രൈസ് ടു എൻഷുർ ഈക്വൽ ഡിഗ്നിറ്റി ആൻഡ് സ്റ്റാറ്റസ് ടു മെമ്പേഴ്സ് ഓഫ് ഓൾ റിലീജിയൻസ്. എല്ലാവർക്കും ഒരുപോലെ ഡിഗ്നിറ്റി, അംഗീകാരം ഒക്കെ ലഭിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലുള്ളവർക്കും. സോ ദർ ഈസ് എ സ്ട്രോങ് എഫേർട്ട് ടു എൻകറേജ് ഓൾ ടു എൻ്റർ ഹിന്ദു ടെമ്പിൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദർ സ്റ്റേറ്റ്. അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എഫേർട്ടുകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും ഹിന്ദു ടെമ്പിൾസിൽ വിത്തൗട്ട് ഇറസ്പെക്റ്റീവ് അവരുടെ ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഹിന്ദു ടെമ്പിളിൽ വിസിറ്റ് ചെയ്യാം എന്ന രീതിയിലുള്ള കാര്യങ്ങളും എൻകറേജ് ചെയ്ത് വരുന്നുണ്ട്. ദി സ്റ്റേറ്റ് ആൾസോ ഷോസ് റെസ്പെക്ട് ഫോർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ബൈ ഗിവിങ് പബ്ലിക് സപ്പോർട്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യം എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് പബ്ലിക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, പബ്ലിക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ സെക്യുലറിസം അലോസ് ഡിസിഷൻസ് ഓൺ ഇൻഡിവിജ്വൽസ് ഓർ കമ്മ്യൂണിറ്റീസ് വാല്യൂഡ് ബൈ അലോവിങ് ഫ്ലെക്സിബിലിറ്റി ബിറ്റ്വീൻ ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് വിത്തിൻ എ ഡെമോക്രാറ്റിക് പ്രോസസ്. അപ്പോൾ നമുക്ക് നോൺ വയലൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇതെല്ലാം നമ്മുടെ എന്താ പറയുന്നുണ്ട് രാജ്യത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഓരോ പോളിസികളിലും എന്തുണ്ട്, കൾച്ചറൽ പ്ലൂറലിസം ഉണ്ട്. അവിടെ പബ്ലിക് ഹോളിഡേയ്സ് ഒരുവിധം ഇപ്പം നമുക്ക് കേരളത്തിലൊക്കെ ഒരുപാട് ഹോളിഡേയ്സാണ്, എല്ലാ മതത്തിൽപ്പെട്ടവരുടെ ആഘോഷങ്ങൾക്കും നമുക്ക് ഹോളിഡേയ്സ് ലഭിക്കുന്നുണ്ട്. സെലിബ്രേഷൻ ഓഫ് ഫെസ്റ്റിവൽസ്, ഹോളിഡേയ്സ് ഓഫ് ഓൾ കൾച്ചേഴ്സ്, എൻകറേജസ് ദ മ്യൂസിക് ആൻഡ് ആർട്ട്. അതേപോലെ നമ്മുടെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂസിക് ആൻഡ് ആർട്സ് ഓഫ് ഓൾ കൾച്ചേഴ്സ്, എല്ലാ കൾച്ചേഴ്സിൻ്റെയും മ്യൂസിക്സും ആർട്സൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് കൾച്ചർ ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ലൈഫ്, ഒരാളുടെ ജീവിതത്തിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസിൽ
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എല്ലാ ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ വിവാഹം അങ്ങനെ എല്ലാ സംഭവം എല്ലാതും നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ഗവൺമെൻറ് അതിനെല്ലാം പ്രൊവൈഡ് നമുക്ക് പല കാര്യങ്ങൾക്കും കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ ഫണ്ട് നൽകുന്നുണ്ട്. സബ്സിഡികളൊക്കെ നമുക്ക് റിലീജിയസ് കസ്റ്റംസ്, ഹജ്ജ്, പിൽഗ്രിമേജ് ഇതേപോലെയുള്ള തീർത്ഥയാത്രകൾക്കൊക്കെ സബ്സിഡി, അതേപോലെ തന്നെ കസ്റ്റം റിലീജിയസ് ആയിട്ടുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് ആക്ടിവിറ്റീസിനുള്ള ഫണ്ടുകളൊക്കെ അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഫണ്ടുകളൊക്കെ ആര് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. സോ നമ്മൾ ഇന്ത്യൻ കൾച്ചർ പ്ലൂറലിസമാണ് പറഞ്ഞത്. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.